വലിയൊരു പോലീസ് സന്നാഹം തന്നെയുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരെ അടക്കം തള്ളിമാറ്റിക്കൊണ്ട് പോലീസ് PV അൻവറിനെ ഒന്നും മിണ്ടാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ തവനൂർ ജയിലിലേക്ക് കടത്തിവിട്ടിരിക്കുന്നു. തത്സമയ വിവരങ്ങളുമായി സാനിയോ മനോമിയാണ് ഉള്ളത്. സാനിയോ, നിലവിലിപ്പോൾ നടപടിക്രമങ്ങളെല്ലാം അകത്ത് പൂർത്തിയായി എന്ന് വേണം മനസ്സിലാക്കും. ഒപ്പം തന്നെ PV അൻവറിനൊപ്പമുള്ള മറ്റ് 4 DMK പ്രവർത്തകർ അവരവിടെ എത്തിച്ചേർന്നോ? തുളസി, ആ 4 DMK പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടില്ല. അവർ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. ഒരു പക്ഷേ പുറത്തെവിടെയോ ഉണ്ടാകുമോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം സ്വാഭാവികമായി മാധ്യമ ശ്രദ്ധയടക്കം കൂടുതലെത്തുക PV അൻവറിലേക്ക് ആയതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ ഒരുപക്ഷെ മാറ്റിയിട്ടുണ്ടാവുക, ആദ്യം എത്തിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കണം അവരെ കൊണ്ടുവരിക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അതുകൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാകുകയാണ്. ഏതായാലും ഈ ഒരു സംഭവത്തോടു കൂടി PV അൻവർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രതിച്ഛായ അല്ലെങ്കിൽ വ്യക്തിയുടെ ഒരു രാഷ്ട്രീയ ജീവിതം തന്നെ മാറുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ LDF നിന്ന് പോരുന്ന സമയം മുതലുള്ള സംഭവ വികാസങ്ങളൊക്കെയും നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. പിന്നീട് UDF പ്രവേശനം എന്നുള്ള വാർത്തകളായിരുന്നു അവസാന ഘട്ടത്തിൽ വന്നിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വാർത്തകൾ തന്നെയായിരുന്നു വന്നിരുന്നത്. പക്ഷേ അതിനുള്ള ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റിൽ നിന്ന് സംഭവിച്ചതോടുകൂടി UDF നേതാക്കൾ, അതായത് ചെന്നിത്തല അടക്കമുള്ള, തിരുവഞ്ചൂർ അടക്കമുള്ള, കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ വളരെ രൂക്ഷമായി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലല്ല ഒരു MLA ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് അടക്കമുള്ള വളരെ രൂക്ഷമായ പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെയും പോലീസ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായിരിക്കണം ഒരുപക്ഷെ പോലീസ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചായിരുന്നു. അതായത് രാഷ്ട്രീയമായി ഇനി അദ്ദേഹം UDFിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ട്, അല്ലെങ്കിൽ അതൊരു പക്ഷേ ഉറപ്പാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം നേരത്തെ UDFിലേക്ക് പ്രവേശിക്കുന്നു, ചർച്ച നടത്തി, രമേശ് ചെന്നിത്തലയുമായൊക്കെ ചർച്ച നടത്തി എന്നുള്ള വാർത്തകളൊക്കെയും വന്നിരുന്നെങ്കിൽ കൂടിയും അതിനൊരു ഔദ്യോഗികമായൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അതൊരു ഔദ്യോഗിക സ്വഭാവം ഉണ്ടാക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോഴാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് കൃത്യമായൊരു കാരണമുണ്ടാകുന്നു, ഒരു സംഭവം ഉണ്ടാകുന്നു, ആ സംഭവത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നു. ആ പ്രതികരണത്തിന് ശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെല്ലാം നമ്മൾ കാണുന്നു. അതിനുശേഷം അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നു. റിമാൻഡ് ചെയ്തതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ റിമാൻഡ് ചെയ്യുമ്പോഴുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പോലും അദ്ദേഹം പറയുന്നത് വളരെ രൂക്ഷമായ പ്രതികരണം ഉണ്ടാകും. പക്ഷേ കൃത്യമായി ആരും ഒരു നിയമത്തെ കയ്യിലെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകരുത്. എന്നാൽ രൂക്ഷമായ പ്രതികരണം ഉണ്ടാകും. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട PV അൻവർ MLA ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നു. മലപ്പുറം DFO ഓഫീസ് ആക്രമിച്ച കേസിൽ, ഓഫീസ് അടിച്ചു തകർത്ത കേസിലാണ് ഇപ്പോൾ PV അൻവർ MLAയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. PV അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലടക്കം വലിയ രീതിയിലുള്ള ഒരു ഭാവി നിർണ്ണയിക്കുന്ന തരത്തിൽ ഈ ഒരു സാഹചര്യം മാറ്റപ്പെട്ടു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പ്രതിപക്ഷ നേതാക്കളുടെ അടക്കം വലിയ രീതിയിലുള്ള ഒരു പിന്തുണ PV അൻവറിന് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു. ഇനിയുള്ള മണിക്കൂറുകൾ DMKയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ, PV അൻവറിന്റെ നീക്കങ്ങൾ, അത് ഏത് രീതിയിലായിരിക്കും എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. ഏതായാലും നേരം വെളുക്കുമ്പോൾ അദ്ദേഹം ജാമ്യാപേക്ഷ അടക്കമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. സാനിയോ, ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് PV അൻവറിനെ എത്തിച്ചിരിക്കുന്നു. ഇനിയുള്ള മണിക്കൂറുകൾ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം തന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ അത് ശക്തിപ്പെടുത്തുന്നതിലായിരിക്കും അൻവർ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ PV അൻവർ അകത്തേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. നിലവിൽ സാഹചര്യം എന്താണ് സാനിയോ? അതായത് തുളസി, PV അൻവർ കേരള രാഷ്ട്രീയത്തിലെ ഒഴിവാക്കാനാകാത്തൊരു ഘടകമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രതിഷേധ പരിപാടികളും അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നതെന്ന് വേണം പറയാൻ. PV അൻവർ എന്തിനാണോ LDFിൽ നിന്ന് വിട്ടുപോരുന്നത്, ആ സാഹചര്യം നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. LDFിൽ നിന്ന് വിട്ടുപോരുന്ന സാഹചര്യം വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞതുമാണ്. പോലീസിനെതിരെയുള്ള നയങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോരുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹം തമിഴ്നാട് DMKയുമായൊക്കെ ചർച്ച നടത്തിയെങ്കിലും ആ ചർച്ചകളൊന്നും പോസിറ്റീവായില്ല. പിന്നീട് തൃണമൂലുമായി ചർച്ച നടത്തി, ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ എവിടെയാണ്, എങ്ങോട്ടാണ് പോവുക എന്നുള്ള തരത്തിലുള്ള ഒരു വലിയ കൺഫ്യൂഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹവുമായി UDF ഒരു ചർച്ച നടത്തി എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. UDFിലേക്ക് PV അൻവർ പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളടക്കം അതിനുശേഷമാണ് വരുന്നുണ്ടായിരുന്നത്. ആ ഒരു തീരുമാനത്തിന്, അല്ലെങ്കിൽ ആ ഒരു
ചാൻസിന്, ആ ഒരു അവസരത്തിന് ഒന്നുകൂടി ഉറപ്പ് കൊടുക്കുന്ന തരത്തിലാണ് ഇന്നത്തെ പ്രതിഷേധങ്ങളൊക്കെയും ഉണ്ടാവുന്നതെന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ വന ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് UDF-നുള്ള അതേ എതിർപ്പ് തന്നെയാണ് ഇപ്പോൾ PV അൻവർ മുന്നോട്ട് വെക്കുന്നത് എന്നതാണ്. മാത്രവുമല്ല, ആ വിഷയത്തിൽ മാണി കോൺഗ്രസ് വിഭാഗത്തിനടക്കം എതിർപ്പുണ്ട് എന്നുള്ള കാര്യവും യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൂട്ടുപിടിച്ചെങ്കിലും UDF-ലേക്ക് കയറാനുള്ളൊരു ശ്രമമായിരിക്കും PV അൻവർ സ്വാഭാവികമായി നടത്തുക. മാത്രമല്ല, വന ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വടക്കൻ കേരളത്തിലുടനീളവും പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലത്തിൽ എമ്പാടും ഒക്കെയും അദ്ദേഹം ഒരു ജാഥ നടത്തുന്നുണ്ടായിരുന്നു. ആ ജാഥയുടെ ഉദ്ഘാടകരായി വിവിധയിടങ്ങളിൽ തീരുമാനിച്ചിരുന്നത് DCC പ്രസിഡന്റുമാരടക്കമുള്ള, അതിൽ മുതിർന്ന ലീഗ് നേതാക്കളടക്കമുള്ള ആളുകളെ തന്നെയായിരുന്നു. പിന്നീട് അത് പങ്കെടുക്കേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും ആ ഒരു തീരുമാനത്തിലേക്കെങ്കിലും എത്തുന്നത് ഒരു പുതിയ രാഷ്ട്രീയ നീക്കം തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം UDF-ലേക്ക് തന്നെ എന്നുള്ള തീരുമാനം ഉറപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇന്നത്തെ പ്രതികരണങ്ങൾ പോലും വന്നത്. ഈ അറസ്റ്റ് നടപടികളൊക്കെയായി പോലീസ് അവിടെ ഉള്ളപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ അതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. കൂടാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചു, K. സുധാകരൻ അടക്കമുള്ള ആളുകൾ സംസാരിച്ചു. ഈ സാഹചര്യങ്ങളൊക്കെ മുൻപിലുണ്ട്. അതായത് വന ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ, ആ ഒരു സാഹചര്യത്തിൻ്റെ പേരിലെങ്കിലും UDF-ലേക്ക് എളുപ്പത്തിൽ പോകാം, അല്ലെങ്കിൽ എളുപ്പത്തിൽ UDF-ലേക്ക് ക്ഷണിക്കാമെന്ന് UDF നേതാക്കളും കരുതുന്നുണ്ടെങ്കിൽ അത് കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. നാളെ, അതായത് ഇന്ന് രാവിലെ ഈ ജാമ്യ നടപടികൾക്കടക്കമുള്ള ശ്രമങ്ങളായിരിക്കും അൻവർ MLA നടത്തുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും മറ്റ് രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയും ഉണ്ടാവുക. ഇന്ന് രാവിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ, UDF-ൻ്റെ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, ഇനിയിപ്പോൾ LDF-ൽ തന്നെയുള്ള ചില ജോസ് കെ മാണി വിഭാഗം പോലുള്ള ആളുകൾക്ക് പ്രതിഷേധമുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം രാവിലെ ആകുമ്പോഴാണ് വരേണ്ടതുള്ളത്. അതുകൊണ്ട് തന്നെ UDF-ൻ്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ അല്പസമയത്തിനകം തന്നെ പ്രതികരിക്കും. ആ കാര്യത്തിൽ എങ്ങനെ MLA അറസ്റ്റ് ചെയ്യാൻ പാടുണ്ടായിരുന്നു, വീട് വളഞ്ഞൊക്കെ മലപ്പുറം DF ഓഫീസ് ആക്രമിച്ച കേസിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട PV അൻവർ MLA ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിരിക്കുന്നു.